തീർച്ചയായും അതായത് കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി. അതുമാത്രമല്ല ഇപ്പോഴിതാ ജോസ് കെ മാണിക്ക് ഒരിക്കൽ കൂടി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതും മാണി സി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തഗ് ഡയലോഗുകൾ കൊണ്ട് ഇട്ടതാണ്. പ്രത്യേകിച്ച് തോറ്റുപോയാൽ അല്ലെങ്കിൽ എതിരാളികൾ ലഡുമേടിച്ചുവെങ്കിൽ പകുതി വിലയ്ക്ക് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ അതേ മാണി സി കാപ്പനാണ് ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി ജോസ് കെ മാണിയെ വിറപ്പിക്കുന്നത്. ആസ്ഥാനത്ത് കേക്ക് മുറിക്കുന്നു. വലിയ കേക്കാണ് 10,000 12,000 പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഓരോ ചെറിയ പീസ് വെച്ചെങ്കിലും കൊടുക്കണം. വലിയ കേക്കാണ്. വലിയ കേക്ക് മുറിക്കുന്നു. KPCC ആസ്ഥാനത്ത് ത്രിവർണ്ണ പതാക. തളിപ്പറമ്പിൽ മൂന്നാം റൗണ്ടിലും ടി കെ ഗോവിന്ദൻ മുന്നിൽ. KPCC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആഘോഷം പങ്കുവെക്കാൻ എത്ര നാളായി അവർ കാത്തിരിക്കുന്നു. ഈ മധുരം വിതരണം ചെയ്യാൻ അവർ എത്ര നാളായി കൊതിച്ചിട്ടുണ്ടാകും. അതാണ് കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തല, അവരെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ഇന്ദിരാഭവന് മുന്നിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ത്രിവർണ്ണ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട്, അതായത് പാർട്ടി കൊടിയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട് അവർ ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിൽ മുന്നിൽ 309 വോട്ടുകൾക്ക് മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി മുന്നേറ്റങ്ങൾ. അതായത് വി കെ സനോജ് പിന്നിൽ പോയിരിക്കുന്നത് അത് ശക്തമായ വികാരമാണ്. അത് KK ശൈലജയെ പണി കൊടുത്തതിനുള്ള തരംഗമുണ്ടോ എന്ന് പ്രവചിക്കാൻ പറ്റാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തരംഗമല്ല ഇത്. ഇതൊരു സുനാമി പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ തിരിച്ചടി LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മറച്ചുവെക്കുന്ന തരത്തിലുള്ള വലിയ തിരിച്ചടി. അതും പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ ആണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ധർമ്മടത്ത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞെട്ടിക്കുന്നു. തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ 3853 വോട്ടുകൾക്ക് കോട്ടകളാണ്